ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മറ്റൊരു വീഡിയോയുമായി എത്തിയിരിക്കുന്നു. ഇന്ന് പറയാൻ പോകുന്നത് ഒരു പുതിയ ലാപ്ടോപ്പ് മേടിച്ച് കഴിഞ്ഞെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അതിൽ ഒറ്റൊരു ഡ്രൈവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സി ഡ്രൈവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയ ഫയലെല്ലാം നിങ്ങൾ എന്താക്കും, ഈ സി ഡ്രൈവിൽ കൊണ്ടുവെക്കും. അതുകൂടാതെ ഡെസ്ക്ടോപ്പിലും വെക്കും. അപ്പം നമുക്ക് അഡീഷണലായിട്ടൊരു ഡ്രൈവും കൂടി ഉണ്ടെങ്കിൽ അതൊരു സേഫാണ്. അതായത് നമ്മൾ വിൻഡോസ് സി ഡ്രൈവിലാണ് വരുന്നത്. അപ്പോൾ വിൻഡോസിന് എന്ത് കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞെങ്കിൽ ആ സി ഡി ഡ്രൈവ് ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് ഫുൾ ഡാറ്റ പോകും. ചില കേസിൽ നിങ്ങൾക്ക് ഡാറ്റയൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല, ചില കേസിൽ മാത്രമേ നിങ്ങൾക്ക് ഡാറ്റ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള വഴിയാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഒരു ഡി ഡ്രൈവും കൂടി അഡീഷണലായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് നമ്മൾ ഇത് ക്ലോസ് ചെയ്യുക. എൻ്റെ എന്താ കാരണം നമ്മൾ മൈ കമ്പ്യൂട്ടറിൻ്റെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എൻ്റെ റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് അതിൽ ഈ ഷോ മോർ ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. അതിൽ മാനേജ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, മാനേജ് ക്ലിക്ക് ചെയ്യുക. ഇത് വന്നിട്ടാകുമ്പോൾ ഡിസ്ക് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഡിസ്ക് മാനേജ് ക്ലിക്ക് ചെയ്യുക. അത് കണ്ട, ഇവിടെ കണ്ട ഇതാണ് നമ്മൾ സി ഡ്രൈവ്. ഇതിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ വേറെ ഇതിൻ്റെ റിക്കവറി ഫയൽ കാര്യങ്ങളുണ്ട്, ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഈ സി ഡ്രൈവിനെ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ബട്ടൺ അടിക്കുക. അതിൽ സിങ്ക് വോളിയം പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇതിപ്പം 500 GB ആണെങ്കിലും 236 GB ആണെങ്കിലും എത്രയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒന്ന് നോക്കേണ്ടത് പറഞ്ഞാൽ നിങ്ങളെ സി ഡ്രൈവിൽ കുറേ ഫയൽസും സോഫ്റ്റ്വെയർസ് വരുന്നുണ്ടെങ്കിൽ ഒരു 150 GB ഈ സി ഡ്രൈവിന് കൊടുത്തിട്ട് ബാക്കിയുള്ളത് മാത്രമേ മറ്റേതിന് കൊടുക്കണ്ടൂ. അല്ലെങ്കിൽ ചെറിയ GB കൊടുത്തു കഴിഞ്ഞാൽ സി ഡ്രൈവ് ഫുള്ളാവും. അപ്പം നമ്മൾ കമ്പ്യൂട്ടർ സ്ലോവും കാര്യങ്ങളാവും. അപ്പോൾ ഒരിക്കലും ഫുള്ളായിട്ട് കൊടുക്കാൻ പാടില്ല. ചുരുങ്ങിയതൊരു 150 GB സി ഡ്രൈവിന് കൊടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ആ സി ഡ്രൈവ് നമുക്ക് വേണ്ടുന്ന GB ആണ് ഇവിടെ ഇവിടെ നിന്ന് അടിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് എത്ര GB ആണ് വേണ്ടുന്ന അടിച്ചു കൊടുത്തെങ്കിൽ ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് 236 GB ആണെന്നുള്ളത് നമുക്കൊരു 1000 GB 100 GB എടുക്കാം. ഇപ്പം ബാക്കി ഇത് സി ഡ്രൈവിന് പോകും. അപ്പോൾ അതിൻ്റെ ഇത് കൊടുത്തിട്ട് സിങ്ക് കൊടുക്കാം. ഇപ്പം കണ്ട, ഇപ്പം നമ്മൾ സി ഡ്രൈവിന് 138 GB വന്നു. പിന്നെ 100 GB ആണ് കൊടുത്തത്, 97 GB നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് 97 GB നമുക്ക്